നമ്മുടെ ഫോണിനകത്ത് ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി ഓരോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഫോണിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഫോട്ടോ വീഡിയോ കണ്ടെത്തുന്നതിന് വേണ്ടിയും അത് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. ജങ്ക് ഫയലുകൾ, നമ്മുടെ ഫോണിനകത്ത് ആവശ്യമില്ലാത്ത ഫയലുകൾ ഉണ്ടാകും, ഒരു ഉപകാരമില്ലാത്ത അത്തരം ജങ്ക് ഫയലുകൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ആപ്പുകൾ ഉപയോഗിക്കാറുണ്ട്. ലാർജ് ഫയൽ, നമ്മുടെ ഫോണിനകത്തുള്ള ലാർജ് ഫോട്ടോസ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലൊക്കെ കണ്ടെത്തി അത് ഡിലീറ്റ് ചെയ്തതിന് വേണ്ടിയിട്ട് നമ്മൾ ആപ്പുകൾ ഉപയോഗിക്കാറുണ്ട്. ഇതെല്ലാം നമ്മൾ ഓരോ ആവശ്യത്തിന് വേണ്ടി ആപ്പുകൾ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ആപ്പും ഉപയോഗിക്കാതെ നമ്മുടെ ഫോണിനകത്തുള്ള ഒരു സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണാനും നമ്മുടെ ഫോണ് ക്ലീനാക്കി വൃത്തിയാക്കി തരാൻ സാധിക്കുകയും ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റിങ്സാണ് പരിശോധിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെയൊക്കെ ഫോണിനകത്തൊരു ഫയൽ മാനേജറുണ്ട്. ഫയൽ മാനേജർ എന്ന് പറയുമ്പോൾ ഗൂഗിളിൻ്റെ ഫയൽ മാനേജറാണ്. ഗൂഗിൾ ഫയൽസ് എന്ന പേരുള്ള ഈ ഒരു ആപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരുപാട് സൗകര്യങ്ങൾ ഇതിനകത്തുണ്ട്. നമ്മളുടെ ഫോണിനകത്ത് ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആപ്പുകളിൽ നിന്ന് നമുക്ക് എല്ലാ സൗകര്യവും കിട്ടുന്ന ഒരു ആപ്പാണിത്. ഇപ്പോൾ ഇറങ്ങുന്ന ഫോണിലൊക്കെ ഫയൽ മാനേജറായിട്ട് ഈ ഒരു ആപ്പ് നമുക്ക് തരുന്നതാണ്. പല ആളുകളും ധരിച്ചിരിക്കുന്നത് ഇതൊരു ഫയൽ മാനേജർ ആപ്പ് എന്നാണ്. പക്ഷേ ഇതിനകത്ത് ഒരുപാട് സൗകര്യങ്ങളുണ്ട്. അപ്പോൾ ഏതൊക്കെ നോക്കാം. ഇത് ഈ ഗൂഗിൾ ഫയൽസ് ഇതുപോലെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇടതു ഭാഗത്ത് 3 ലൈന് കാണും. അതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ക്ലീൻ എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും ഏറ്റവും മുകളിൽ. അതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ കാണാം ജങ്ക് ഫയൽസ് എന്ന പേരിൽ 84 MB എൻ്റെ ഫോണിനകത്ത് ഫ്രീ ആയിട്ട് സ്റ്റോറേജ് ഉപയോഗിക്കുന്നുണ്ടെന്ന് കാണാൻ സാധിക്കും. ഒരാവശ്യമില്ലാത്ത നമ്മുടെ ഫോണിനകത്ത് ആയി കിടക്കുന്ന ഫയലുകളാണ് ജങ്ക് ഫയലുകൾ. അത് ചിലപ്പോൾ നമ്മളത് ഉപയോഗിക്കുന്നതിന് വേണ്ടി നമ്മൾ തേർഡ് പാർട്ടി ആപ്പുകൾ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ ക്ലീൻ എന്നുള്ള ഓപ്ഷൻ കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ഇതുപോലെ കാണുന്ന പോപ്പപ്പിൽ ക്ലിയർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ക്ലീൻ ചെയ്യാൻ ഇവിടെ വെച്ച് സാധിക്കും. ഇപ്പോൾ കാണാൻ സാധിക്കും 65 MB എൻ്റെ ഫോണിനകത്ത് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി താഴെ ഭാഗത്തേക്ക് നോക്കുക, ഡിലീറ്റ് ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ. അത് നമ്മുടെ വാട്സപ്പിനകത്ത് ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ടാവും. എന്നാൽ ഒരു ഗ്രൂപ്പിൽ തന്നെ വന്ന ഫോട്ടോ മറ്റ് ഗ്രൂപ്പുകളിലൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫോട്ടോ ഒരുപാട് തവണ നമ്മുടെ ഫോണിനകത്തുണ്ടാവും, ഒരു വീഡിയോ തന്നെ ഒരുപാട് തവണ നമ്മുടെ ഫോണിനകത്തുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഫയലുകൾ നമ്മുടെ ഫോണിനകത്ത് കണ്ടെത്താനും അത് വളരെ ഈസിയായിട്ട് ഡിലീറ്റ് ചെയ്യാനും സാധിക്കും. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ താഴെ സെലക്ട് ഫയൽ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ ഫോണിനകത്ത് കാണാൻ സാധിക്കും ഒരേ ഫോട്ടോ തന്നെ ഒരേ രീതിയിൽ തന്നെ 2 3 ഫോട്ടോ ആയിട്ട് ഓഡിയോസൊക്കെ കാണാൻ സാധിക്കും. വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ വരുന്ന ഓഡിയോസുകൾ പലപ്പോഴും ഒരേ ഓഡിയോസ് തന്നെ പല ഗ്രൂപ്പിലും വരുന്നതുകൊണ്ട് നമ്മുടെ ഫോണിനകത്ത് ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് ഫയലുകൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഏറ്റവും മുകളിൽ ഓൾ ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ളതിന് നേരെ അവസാനം കാണുന്ന ഈ ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ഡ്യൂപ്ലിക്കേറ്റ് ഫയലുകളും ഇതുപോലെ സെലക്ട് ആകും. സെലക്ട് ആയതിനു ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് താഴെ മൂവ് എന്ന് കാണാൻ സാധിക്കും. 1572 ഫയലാണ് എൻ്റെത് ഇത്തരത്തിൽ ഡ്യൂപ്ലിക്കേറ്റ് ഫയലായിട്ടുള്ളത്. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ അത് നേരെ ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കും. അതുപോലെ തന്നെ താഴെ ഭാഗത്തേക്ക് നോക്കിയാൽ ഡിലീറ്റ് ഓൾഡ് സ്ക്രീൻഷോട്ട് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ സെലക്ട് ഫയൽസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുറേ ദിവസങ്ങൾക്ക് അല്ലെങ്കിൽ കുറേ മാസങ്ങൾക്ക് മുമ്പ് എടുത്ത സ്ക്രീൻഷോട്ടുകൾ ഇവിടെ കാണും. ഒരു ആവശ്യമില്ലാത്ത എന്തെങ്കിലും ചെറിയ ആവശ്യത്തിനൊക്കെ വേണ്ടി നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തായിരിക്കും, പക്ഷേ പിന്നീട് നമുക്ക് ആവശ്യമുണ്ടാവില്ല. അപ്പോൾ പഴയ ഓൾഡ് സ്ക്രീൻഷോട്ടുകൾ വളരെ ഈസിയായിട്ട് കണ്ടെത്തി അതിവിടെ വെച്ച് നമുക്ക് ക്ലീൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. താഴെ ഭാഗത്തേക്ക് നോക്കിയാൽ ഡിലീറ്റ് ബ്ലറി ഫോട്ടോ എന്നാണ്. നമ്മുടെ ഫോണിനകത്ത് ക്യാമറയിൽ എടുത്തതോ അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പിലേക്ക് വന്നോ ആയിട്ടുള്ള ക്ലിയർ ഇല്ലാത്ത ബ്ലറായി കിടക്കുന്ന ഒരാവശ്യമില്ലാത്ത ഫോട്ടോസുകൾ. ചില ഫോട്ടോസൊക്കെ നമ്മൾ എടുക്കുമ്പോൾ ഇത് ബ്ലറായിട്ട് കിടക്കും, കൃത്യമായി നല്ലൊരു ക്വാളിറ്റി ഇല്ലാത്ത ഫോട്ടോ ആയിരിക്കും. അത്തരം ഫോട്ടോകൾ കണ്ടെത്തി ഇവിടെ സെലക്ട് ഫയൽസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് അവിടെ വെച്ച് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കും. താഴെ ഭാഗത്തേക്ക് നോക്കിയാൽ ഡിലീറ്റ് ലാർജ് ഫയൽ എന്നുള്ളതാണ്. നമ്മുടെ ഫോണിനകത്ത് ഏറ്റവും വലിയ ഫയലുകൾ, വലിയ MB ഉള്ള ഫയലുകൾ ഇവിടെ കാണും. ഇവിടെ വെച്ചത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ആവശ്യമില്ലാത്ത, അപ്പം ഞാനതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ന്യൂസ് ചാനലിൽ നിന്ന് വന്ന വീഡിയോസുകൾ അടക്കുന്നതിനകത്ത് കാണാൻ സാധിക്കും. ഇതൊക്കെ ആവശ്യമില്ലാത്തതാണെങ്കിൽ സെലക്ട് ചെയ്തുപോലെ ഓരോന്നും ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത് താഴെ മൂവ് ടു ഫയൽ ബിൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ ഇവിടെ വെച്ച് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ കാണാം അൺയൂസ്ഡ് ആപ്പ് എന്ന് കാണാൻ സാധിക്കും. നമ്മൾ ഇപ്പോൾ ഏകദേശം ഒരു 3 മാസം അല്ലെങ്കിൽ 6 മാസത്തിലേറെയായിട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കാത്ത, യൂസ് ചെയ്യാത്ത അൺയൂസ്ഡ് ആയിട്ടുള്ള ആപ്പുകൾ ഇവിടെ വെച്ച് കാണും. സെലക്ട് ആപ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കാത്ത ആപ്പുകളാണ് ഇതൊക്കെ. നിങ്ങൾക്ക് ഇവിടെ വെച്ച് ഇതുപോലെ സെലക്ട് ചെയ്ത് താഴെ അൺഇൻസ്റ്റാൾ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ താഴെ ഭാഗത്തേക്ക് നോക്കിയാൽ ഓരോ ഫോൾഡറുകളിലുള്ള ഫയലുകൾ ഡിലീറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. സ്നാപ്പ് ട്യൂബ്, വീഡിയോ, അതുപോലെ തന്നെ നമുക്ക് ഓരോന്നും പ്രത്യേകം ഡിലീറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇനി നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം, നമ്മൾ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം ബിൻ എന്നുള്ളൊരു ബോക്സ് കാണാൻ സാധിക്കും. ഈ ബിൻ എന്ന ബോക്സിനകത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഡിലീറ്റ് ചെയ്ത എല്ലാ ഫയലുകളും ഇവിടെ കാണാൻ സാധിക്കും ഈ ബിൻ ബോക്സിനകത്ത്. കാരണം നമ്മൾ നേരത്തെ ഡിലീറ്റ് ചെയ്ത ഈ ലാർജ് ഫയലും അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഫയലൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് അവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിലും നമ്മുടെ ഫോണിൽ നിന്നത് ക്ലീൻ ആയിട്ടില്ല. അപ്പോൾ നമ്മുടെ ഈ ബിൻ എന്ന ബോക്സിനകത്ത് കാണാൻ സാധിക്കും. ഇവിടെ മുകളിൽ കാണുന്ന ഓൾ ഐറ്റംസ് എന്നുള്ളതിൽ ഓൾ സെലക്ട് കൊടുത്ത് താഴെ ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ ആ ഫയലുകളെല്ലാം നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ ഇവിടെ സാധിക്കും. ഇങ്ങനെ കൂടി ഡിലീറ്റ് ചെയ്താൽ മാത്രമേ
നമ്മുടെ ഫോണിനകത്ത് നിന്നത് പൂർണ്ണമായിട്ട് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഫോണിനകത്ത് ഓരോ ആവശ്യത്തിന് വേണ്ടി പ്രത്യേകം ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാതെ വളരെ വ്യത്യസ്തമായിട്ട് വളരെ വേഗത്തിൽ നമ്മുടെ ഫോണിനകത്തുള്ള വേണ്ടാത്ത ഫയലുകൾ ക്ലീൻ ചെയ്ത് നമ്മുടെ മൊബൈൽ ഫോൺ വൃത്തിയാക്കി തരുന്ന ഒരു സൗകര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.